താമരശ്ശേരി പുതുപ്പാടിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലെത്തിക്കാൻ അധ്യാപകർ തയ്യാറായില്ല എന്ന് കുടുംബം ആരോപിച്ചു. അതേസമയം ഷഹബാസ് കൊലക്കേസിലെ 5 വിദ്യാർത്ഥികളെ ഒരു ദിവസത്തേക്ക് വിട്ടയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അടിവാരം കളക്കുന്നുമൽ ഷാജഹാന്റെ മകൻ അജിൽ ഷാനിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത്. അജിൽ ഷാന്റെ തലയ്ക്കും കണ്ണിനും പരിക്കുണ്ട്. 15ഓളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്നും 4 പേരെ കണ്ടാലറിയാമെന്നും പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. കണ്ണിട്ട് കുത്തി, കണ്ണ് കാണാണ്ടായി. എന്നെ ഉന്തി നിലത്തേക്ക് തള്ളിയിട്ട് ഒരു 10-15 ആൾക്കാർ കൂടിയിട്ട് ചവിട്ടി, നല്ല ചവിട്ട് കിട്ടി. പിന്നെ കുറച്ച് തന്നെ അവർ പോയി. പിന്നെ ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ വന്നിട്ട് വിളിച്ച് ക്ലാസ് കയറ്റി. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വന്നിട്ട് ഓഫീസിൽ കൊണ്ടുപോയത്. പിന്നെ പേരൻസിനെ വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. മർദ്ദന വിവരം അറിയിച്ചിട്ടും അധ്യാപകർ പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. ഇതിൽ ഏറ്റവും വലിയ സങ്കടം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടാത്ത. രണ്ടാമത് പറഞ്ഞാൽ അവരൊരു ഭീഷണി പോലുള്ളൊരു വർത്താനാണ് പറയുന്നത്. പാസ്പോർട്ട് കിട്ടൂല. പിന്നെ പറഞ്ഞാൽ ഇവർ മറ്റേ ഇതായിട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടാത്തതും. തൊട്ട് താഴെ 2 ഹോസ്പിറ്റലുകൾ പോയാൽ തന്നെ കാണാം. സ്കൂൾ തുടങ്ങുന്ന ഗേറ്റ് ഫസ്റ്റ് റോഡിന് അവിടെ തുടങ്ങുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. 4 മാസം മുമ്പ് അടിവാരം പള്ളിയിൽ വെച്ച് അജിൽ ഷാന്റെ കൂട്ടുകാരുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മർദ്ദനമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിൽ പങ്കെടുത്ത 4 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളെ ഒരു ദിവസം വിട്ടയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. +1 പ്രവേശനത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. വിദ്യാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. മീഡിയ 1 കോഴിക്കോട്.